വെഡിംഗ് വസ്ത്രങ്ങൾ, ലേഡീസ് വെയർ, ജെന്റ്സ് വെയർ, കിഡ്സ് വെയർ തുടങ്ങിയവയുടെ ഒരു വലിയ ലോകമാണ് സാമിയ വെഡിംഗ് പാലസ്. സാമിയ വെഡിംഗ് പാലസ്, സ്കൈ വേ ഹബ്, പെരിന്തൽമണ്ണ റോഡ്, പട്ടാമ്പി. ചെർപ്പളശ്ശേരി ഹൈസ്കൂൾ റോഡിൽ ഗതാഗത തടസ്സം രൂക്ഷം. ഈ റോഡിൽ വലിയ വാഹനങ്ങൾ നിരോധിച്ചുവെങ്കിലും ഇതുവഴി ബസ് അടക്കമുള്ള വലിയ വാഹനങ്ങൾ കടന്നുപോകുന്നതാണ് ഗതാഗത കുരുക്ക് രൂക്ഷമാക്കുന്നത്. ഇതുമൂലം ദുരിതത്തിലായിരിക്കുകയാണ് ഹൈസ്കൂളിലേക്ക് വരുന്ന വിദ്യാർത്ഥികളും. കൂടാതെ വിദ്യാർത്ഥികളുടെ സുരക്ഷയ്ക്ക് വേണ്ടി പോലീസ് ഇല്ലാത്തതും ഒരു പരിധിവരെ പ്രശ്നങ്ങൾക്ക് കാരണമാവുന്നുണ്ട്. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ദിനംപ്രതി നടന്നുപോകുന്ന ചെർപ്പളശ്ശേരി ഹൈസ്കൂൾ റോഡിൽ വലിയ വാഹനങ്ങൾ കടന്നു പോകുന്നതോടെ ഗതാഗത പ്രശ്നം രൂക്ഷമാവുകയാണ്. ഈ റോഡിലൂടെ വലിയ വാഹനങ്ങൾക്ക് പോകാൻ അനുമതിയില്ലെങ്കിലും ബസ്, ലോറി ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ സ്കൂൾ സമയത്ത് പോലും ഇതുവഴി കടന്നു പോകുന്നുണ്ട്. ഇത് വിദ്യാർത്ഥികൾക്ക് ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. വിദ്യാർത്ഥികൾ റോഡ് മുറിച്ചു കടക്കുന്നതും സ്കൂളിലേക്ക് നടന്നു പോകുന്നതും ഏറെ പ്രയാസപ്പെട്ടാണ്. ജൂൺ 3 സ്കൂൾ തുറക്കുന്ന ദിവസം മാത്രമാണ് ഇവിടെ പോലീസിന്റെ സേവനം ലഭ്യമായത്. അതിനുശേഷം പോലീസോ മറ്റു സുരക്ഷാ മാർഗങ്ങളോ ഇവിടെ ഉപയോഗിച്ചിട്ടില്ല. വാഹനങ്ങളുടെ വേഗത നിയന്ത്രിക്കുന്ന ബോർഡോ ഡിവൈഡറോ എന്നീ സംവിധാനങ്ങൾ ഇല്ലാത്തതും അപകടം കൂടാൻ കാരണമാകും. മുൻ വർഷങ്ങളിൽ നിരവധി അപകടങ്ങൾ ഹൈസ്കൂൾ റോഡിൽ ഉണ്ടായിട്ടുണ്ട്. ഇതിന് വേണ്ട നടപടിയോ മറ്റ് സംവിധാനങ്ങളോ കൈക്കൊള്ളണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഏകദേശം 4000-ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ചെർപ്പളശ്ശേരി ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ സ്കൂൾ വിട്ടു പോകുന്ന സമയത്തും സ്കൂളിലേക്ക് വരുന്ന സമയത്തും ഹൈസ്കൂൾ റോഡിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഈ സമയങ്ങളിൽ ഹൈസ്കൂൾ റോഡിലൂടെയുള്ള ഗതാഗതം അത് നിയന്ത്രണ വിധേയമാക്കാൻ ഇന്നുവരെയും സ്കൂൾ അധികൃതർക്കോ അല്ലെങ്കിൽ അതിന് നേതൃത്വം കൊടുക്കേണ്ട നഗരസഭയോ പോലീസോ തയ്യാറായിട്ടില്ല. നമുക്കറിയാം, ഇത്രയും അധികം വിദ്യാർത്ഥികൾ വരുന്ന സമയത്ത് വലിയ ടൂറിസ്റ്റ് വാഹനങ്ങളും അതുപോലെ വലിയ കണ്ടെയ്നർ ലോറികളും ഒക്കെ പോകുന്നൊരു സാഹചര്യം ഇപ്പോഴും ഹൈസ്കൂൾ റോഡിലുണ്ട്. പോലീസിൻ്റെ സേവനം ആദ്യ 1-2 ദിവസങ്ങളിൽ ഉണ്ടായി എന്നല്ലാതെ അത് പിന്നീട് അവസാനിപ്പിക്കുന്നതായിട്ടാണ് നമുക്കൊക്കെ കാണാൻ കഴിഞ്ഞത്. ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം അധ്യയന വർഷം തുടങ്ങുന്നതിന് മുൻപായി നഗരസഭയിൽ വിളിച്ചു ചേർക്കുന്ന ഒരു കീഴ്വഴക്കം ഉണ്ടായിരുന്നു ഏകദേശം 2-3 വർഷം മുൻപ് വരെ. ഈ വർഷം അത് നഗരസഭയിൽ വിളിച്ചതായിട്ട് അറിവില്ല. ഇതിനൊക്കെ നേതൃത്വം കൊടുക്കേണ്ട നഗരസഭ അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ പൂർത്തിയാക്കാതെ അതിൽ നിന്ന് മാറി നിൽക്കുകയാണ്. വലിയ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ആ സമയത്ത് വലിയ പ്രസ്താവനയുമായി രംഗത്ത് വരുന്ന നഗരസഭ അത്തരം അപകടങ്ങൾ ഉണ്ടാവാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കുന്നതിൽ വൻ പരാജയമാണ്. ഇത്രയധികം വിദ്യാർത്ഥികൾ യാത്ര ചെയ്യുന്ന അല്ലെങ്കിൽ നടന്നു പോകുന്ന ഹൈസ്കൂൾ റോഡിലുള്ള ഗതാഗതം ആ സമയങ്ങളിൽ നിയന്ത്രിക്കുകയും അതുപോലെ തന്നെ പോലീസിൻ്റെയോ NCCയുടെയോ സേവനം അവിടെ റോഡിൽ ഉണ്ടാവുകയും ചെയ്തില്ലെങ്കിൽ ഇത് കൃത്യമായി വരും ദിവസങ്ങളിൽ HMനോടും പോലീസിൻ്റെയും ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട്. കൃത്യമായ നടപടി ഇല്ലെങ്കിൽ അതിനുവേണ്ട പരാതികളുമായി MVD ഉൾപ്പെടെയുള്ളവർക്ക് പരാതികളുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചത്.